സന്ധ്യ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള അതായത് ആമയിഴഞ്ചാൻ തോട് വന്ന് ചേരുന്ന പ്രദേശം, അതായത് സിറ്റിയിൽ നിന്നുള്ള എല്ലാ മാലിന്യവും പോകുന്ന തോട് തന്നെയാണ്. തോടെന്ന് പറയുമ്പോൾ വലിയ വീതിയുള്ള തോട് തന്നെയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും ഈ പ്രദേശത്തേക്ക് വലിയ രീതിയിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഇവിടെ നിന്ന് മാത്രമുള്ള റെയിൽവേയുടെ മാലിന്യമല്ല, അത് സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന മാലിന്യമെല്ലാം തന്നെയാണ്. അപ്പം ഇവിടേക്ക് മാലിന്യം ആളുകൾ വലിച്ചെറിയാതിരിക്കാൻ വേണ്ടി ഗ്രില്ലുകളിൽ കമ്പികളൊക്കെ കെട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടെ ഇവിടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അടിഞ്ഞുകൂടുന്ന മാലിന്യമൊക്കെ തന്നെ ഇവിടെ വലിയ രീതിയിൽ കുമിഞ്ഞു കൂടിയിട്ടുണ്ട്. ഇന്നലെ റോബോട്ടിനെ എത്തിച്ചുള്ള തിരച്ചിലൊക്കെ നടത്തിയെങ്കിലും അതൊക്കെ തന്നെ വിപുലമായിരുന്നു. ഇന്നലെ ഒരു 10:30 ഇത്തരത്തിൽ ബിജുവും സംഘവും 3 പേർ അടങ്ങുന്ന സംഘവും ബിജുവും ഇത്തരത്തിൽ ശുചീകരണത്തിനായിട്ട് എത്തുന്നതും ഇറങ്ങുന്നതും ഒക്കെ ആ സമയത്താണ് കാൽ വഴുതി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇതിന് ടൺ കണക്കിന് മാലിന്യമാണ് അടിഞ്ഞുകൂടിയിട്ടുള്ളത്. നമ്മളെ ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ ഈ ടണലിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും ടൺ കണക്കിന് മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഇതിനെ രക്ഷാപ്രവർത്തനം എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. കാരണം പലപ്പോഴും അതിനകത്തുണ്ടെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടിലായിരിക്കാം ആളുണ്ടായിരിക്കുക. ഇന്നിപ്പോൾ 30-ലധികം വരുന്ന NDRF സംഘം അടക്കമുണ്ട്. അവരൊക്കെ തന്നെ രക്ഷാപ്രവർത്തനവുമായി രാവിലെ 6 മണി മുതൽ തന്നെ വീണ്ടും ഇറങ്ങുന്ന ഒരു സാഹചര്യം. ഇന്നലെ രാത്രി 1:30 വരെയോളം നീണ്ട തിരച്ചിലായിരുന്നു. ഇന്നും വീണ്ടും അതേ തിരച്ചിൽ തന്നെ തുടരാനുള്ള ഒരു സാഹചര്യം. എന്തായാലും സമയത്തോട് സമയം അടുക്കുകയാണ് ഇത്തരത്തിൽ ബിജുവിനെ കാണാതായിട്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പുരോഗമനം നടക്കുകയാണ് എന്തായാലും. പക്ഷേ ഇപ്പോഴും വെല്ലുവിളിയായിരിക്കുന്നത് ഈ വലിയ രീതിയിൽ അടിഞ്ഞുകൂടിയ മാലിന്യമാണ്. അത് നീക്കാൻ ഇന്നലെ തന്നെ എത്ര വണ്ടി മാലിന്യം ഇവിടെ നിന്ന് മാറ്റി എന്നുള്ളതിന് കണക്കില്ല. ഒരുപക്ഷെ ഉത്തരേന്ത്യൻ നഗരങ്ങളെയൊക്കെ തന്നെ ഉത്തരേന്ത്യയിലെ ചില തോടുകളെയോ അല്ലെങ്കിൽ ആറുകളെയോ ഒക്കെ അനുസ്മരിപ്പിക്കും വിധമാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ കരകവിഞ്ഞ് നിൽക്കുന്ന മാലിന്യങ്ങളുള്ളത്. ഇവിടെ കിലോ കണക്കിന് മാലിന്യം ഇന്നലെ തന്നെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ എന്നാൽ കൂടെ ഇനിയും മാലിന്യം വന്നടിയുന്ന സാഹചര്യം, ഒപ്പം ഈ ഓടകളൊക്കെ തന്നെ വലിയ രീതിയിൽ അടിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടെ ഇവിടെ ഉണ്ട്. അതൊക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി തന്നെയാണ്. ഇപ്പോഴും നമുക്കത് കാണുന്നത് പോലെ തന്നെ ഈ മാലിന്യ കൂമ്പാരം പൂർണ്ണമായിട്ട് ഇവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ പറയും പോലെ തന്നെ ഇന്നലെ ഈ പ്രദേശത്ത് വലിയ രീതിയിൽ അടിഞ്ഞുകൂടിയ മാലിന്യം, അതായത് ഈ തോട് കവിഞ്ഞു നിൽക്കും തരത്തിലുള്ള രീതിയിലായിരുന്നു മാലിന്യം ഉണ്ടായിരുന്നത്. അതിൽ ഒരു പരിധിവരെ മാറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതിന് അടിയൊഴുക്കുണ്ട് എന്നുള്ളതാണ്. വലിയ രീതിയിൽ നഗരത്തിലെ എല്ലാ പ്രദേശത്തെയും ഓടകൾ വന്നു ചേരുന്നതാണ്. ഇന്നലെ മഴയും കൂടെ ഉണ്ടായിരുന്നു. ആ മഴ ഉള്ളതുകൊണ്ട് തന്നെ അടിയൊഴുക്ക് ശക്തമായിരുന്നു. അതിലാണ് ഇത്തരത്തിൽ ബിജു പെട്ടതെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ ഓടയും എല്ലാം കൂടെ വന്ന് ചേരുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ മാലിന്യ കൂമ്പാരമായി മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം വലിയ വെല്ലുവിളി തന്നെയാണ് സന്ധ്യ. തീർച്ചയായും ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ ടൺ കണക്കിന് മാലിന്യമാണ് അവിടെ കുന്നുകൂടി കിടക്കുന്നത്. ഈ മാലിന്യം മാറ്റിയാൽ മാത്രമേ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ. ജിബിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിബിൻ, ഈ നേരത്തെ ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്രയും മാലിന്യം കുന്നുകൂടി കിടക്കുന്നു. ഇപ്പോൾ ഒരു രക്ഷാപ്രവർത്തനത്തിനായി റോബോട്ട് എത്തിയിരിക്കുന്നു. ഇത്രയും വികസനങ്ങൾ ഉണ്ടായപ്പോൾ പോലും ഒരു മനുഷ്യന് അതിലേക്ക് ഇറങ്ങി ഈ മാലിന്യ കൂമ്പാരത്തിൽ ഇറങ്ങി ജീവൻ പണയം വെച്ച് ജോലി എടുക്കേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെന്നുള്ളത് വലിയൊരു ഗതികേടാണെന്ന് വേണം പറയാൻ. ഈ പറയുന്ന രക്ഷാപ്രവർത്തനം ഇനിയും ഇത്രയും മാലിന്യം മാറ്റിയാൽ മാത്രമല്ല ഈ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുള്ളൂ ജിബിൻ. സന്ധ്യ, അതാണ് ഇന്നലെ രാവിലെ ഈ 10:30 കൂടി ജോയി ഇറങ്ങുന്നത്, ഈ ജലാശയത്തിലേക്ക് ജോയി ഇറങ്ങുന്നത് തന്നെ കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളൊക്കെ തന്നെ നേരായ രീതിയിൽ നടക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഇത്രയും അധികം മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നതെന്ന് നമുക്ക് ഇന്നലത്തെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകും. അതായത് ഈ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്നതാണ് ഈ ആമയിഴഞ്ചാൻ തോട് എന്ന് പറയുന്നത്. പക്ഷേ ആമയിഴഞ്ചാൻ തോടിന്റെ പല ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള മാലിന്യങ്ങളാണ് പലയിടത്തും കെട്ടിക്കിടക്കുന്നത്. അതും വളരെ അപകടം നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. എന്നാൽ ഈ ജോയിയാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടതെങ്കിൽ മറ്റാർക്ക് പല പ്രദേശങ്ങളിൽ ഈ ആമയിഴഞ്ചാൻ തോടിന്റെ പല ഭാഗങ്ങളിൽ താമസിക്കുന്ന ആര് വേണോ അപകടത്തിൽപ്പെടും. അത്രയ്ക്ക് വലിയ ഒരു ഗുരുതരമായ സാഹചര്യമാണ് ഈ ജില്ലയിൽ നിലനിൽക്കുന്നത്. ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇന്നലെ 10:30 ജോയിയെ കാണാതാകുന്നു. 11 മണിയോട് കൂടി ഈ രക്ഷാദൗത്യം ആരംഭിക്കുന്നു. ആ ഒരു ഘട്ടം മുതൽ ഇന്നലെ രാത്രി 1:30 ഈ രക്ഷാദൗത്യം ആരംഭിച്ചിട്ടും ഇന്ന് രാവിലെ പുലർച്ചെ വരെയും ഇവിടെ നിന്ന് മാലിന്യങ്ങൾ നീക്കുന്ന ഒരു നടപടിയാണ് പുരോഗമിച്ചുകൊണ്ടിരുന്നത്. JCBകളും ടിപ്പറുകളും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു നടപടി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഏറെക്കുറെയൊക്കെ മാറ്റാൻ കഴിഞ്ഞുവെങ്കിൽ പോലും നമുക്കറിയാം വെറും 30% മാത്രമാണ് മാലിന്യം
അവിടെ നിന്ന് നീക്കാൻ സാധിച്ചത്. 30%, അതായത് 30 മീറ്റർ ദൂരത്തിലുള്ള മാലിന്യങ്ങൾ മാത്രമാണ് നീക്കാൻ സാധിച്ചത്. ബാക്കിയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്, അതായത് ഈ മനുഷ്യർക്ക് ഈ ടണലിനുള്ളിലേക്ക് കയറി നീക്കം ചെയ്യുന്നതിനൊക്കെ തന്നെ ഒരു പരിമിതിയുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി ജെൻ റോബോട്ടിക്സിൽ നിന്ന് റോബോട്ടിനെ ഇറക്കിക്കൊണ്ട് ഈ മാൻഹോളിനുള്ളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും അവിടെ നിന്ന് ജലം താൽക്കാലികമായി ഒഴുകിപ്പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തത്. ഇന്നലെ രാത്രി 12:30 NDRF സംഘം എത്തിയപ്പോഴും അവിടെ അറിയിച്ചിരുന്ന കാര്യമുണ്ട്. അതായത് അവർക്ക് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇതിനകത്ത് നിന്നുള്ള മാലിന്യങ്ങൾ ഒരു പരിധിവരെയെങ്കിലും മാറ്റണം, എന്നാൽ മാത്രമേ അവർക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിൽ NDRF സംഘത്തിന് ഇതിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ മാലിന്യങ്ങളും അതുപോലെ തന്നെ കെട്ടിക്കിടക്കുന്ന ഈ മലിനജലവും ഇവിടെ നിന്ന് ഒഴുക്കിക്കളയേണ്ടതുണ്ടായിരുന്നു. അതിന് പ്രകാരമാണ് ഇന്നലെ രാത്രി ഈ 1:30 താൽക്കാലികമായി രക്ഷാദൗത്യം നിർത്തിവെച്ചെങ്കിൽ പോലും ഇന്ന് പുലരുന്നത് വരെ ഇവിടെ നിന്ന് മാലിന്യം നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പുരോഗമിച്ചത്. ഈ 1ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ ഫ്രണ്ടിൽ, അതായത് ഈ ആമിഴഞ്ചൻ തോട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിനകത്തേക്ക് ടണലുകൾ വഴി കെട്ടുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ഈ ജോയിയെ കാണാതായ സ്ഥലം, ജോയി ഉണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന സ്ഥലമായി 3ാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള മാൻഹോൾ, ഇതുവരെയുള്ള ദൂരം എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. ഇതിൽ ആദ്യത്തെ 30 മീറ്റർ ദൂരമാണ്, 30-40 മീറ്റർ ദൂരമാണ് ഇന്നലെ രാവിലെ 11 മണിക്ക് തുടങ്ങിയ രക്ഷാദൗത്യ സംഘവും മറ്റുള്ളവരും ചേർന്നുകൊണ്ട് അവിടെ നിന്ന് ഈ 30 മീറ്റർ ദൂരത്തിലുള്ള മാലിന്യം മാത്രമാണ് രാത്രി വരെ നീക്കാൻ സാധിച്ചിരുന്നത്. ബാക്കി 10%, അതായത് ഈ ജോയിയെ കാണാതായ സ്ഥലത്ത് നിന്ന് ജോയി ഇപ്പോൾ ഉണ്ട് എന്ന് സംശയിക്കുന്ന 3ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ ആ ഒരു മാൻഹോളിനകത്ത് നിന്നുള്ള ഒരു 10% മാത്രമാണ് ഈ ഒരു റോബോട്ടിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള മാലിന്യം നീക്കാൻ സാധിച്ചത്. ഇനി ഇവിടെ നിന്നും, അതായത് ഈ 3ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ സമീപത്ത് നിന്ന് ജോയി ഇന്ന് കണ്ടെത്താനായിട്ടില്ല എങ്കിലാണ് ഇന്നലെ ഈ വൈകുന്നേരം 5:30 സ്കൂബ ഡൈവിംഗ് സംഘം പരിശോധനയ്ക്കായി പോയ 5ാമത്തെ പ്ലാറ്റ്ഫോമിന് പുറംവശത്തുള്ള, അതായത് റെയിൽവേ സ്റ്റേഷന്റെ മറുവശത്തുള്ള ആ ഒരു ഭാഗത്ത് കൂടിയുള്ള ടണൽ കൂടി പരിശോധന നടത്തുക. അവിടെ നിന്ന്, അതായത് ജോയിയെ കാണാതെ സ്ഥലത്ത് നിന്ന് ഈ 5ാമത്തെ പ്ലാറ്റ്ഫോമിന് പുറത്തുള്ള സ്ഥലത്തേക്ക് ഏകദേശം 150 മീറ്ററോളം നീളമുണ്ട്. ഇത്രയും വലിയ ദൂരത്തിലുള്ള മാലിന്യങ്ങൾ മുഴുവനായി ഇന്നെങ്കിൽ മാറ്റേണ്ടി വരും. അതായത് ഈ 50 മീറ്റർ ദൂരത്തിലുള്ള ഈ 3ാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള മാൻഹോളിനുള്ളിൽ നിന്ന് കൂടി ഇന്ന് ജോയിയെ കണ്ടെത്താനായില്ല എങ്കിലാണ് ഈ 5ാമത്തെ പ്ലാറ്റ്ഫോം വരെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടി വരുന്നത്. അവിടെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ ഈ സ്കൂബ ഡൈവിംഗ് സംഘം എത്തി അതിനുള്ളിലേക്ക് പ്രവേശിക്കാനാകുമോ എന്നുള്ള സാധ്യതകളൊക്കെ തന്നെ പരിശോധിച്ചിരുന്നു. പക്ഷേ അവിടെ ഇപ്പോഴും ടൺ കണക്കിന് മാലിന്യങ്ങളാണ് ആ ടണലിനുള്ളിൽ കെട്ടിക്കിടക്കുന്നതെന്ന് നമുക്ക് ഇന്നലെ തന്നെ മനസ്സിലാകും. കാരണം